ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ദൈവം നമ്മുടെ വിരലുകളിലൊക്കെ തന്നതുപോലെ ഒരെല്ല് നമ്മുടെ ലിംഗത്തിലും തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ജാമോ അതല്ലെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് ഇല്ല ഉദ്ധാരണവും കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് ശരിയല്ലേ? എങ്കിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥയുണ്ട്, അതാണ് പെനൈൽ ഒസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. നമുക്കറിയാം, നമ്മുടെ ലിംഗം എന്ന് പറയുന്നത് ഒരു മസിലോ അതല്ലെങ്കിൽ ഒരു ബോണോ ഒന്നും അല്ലാതെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചി ടിഷ്യൂ ആണ്. അതിന്റെ ഉള്ളിലേക്ക് രക്തം വരുമ്പോൾ മാത്രമാണ് ഉദ്ധാരണം സംഭവിക്കുന്നത്. ചില ആളുകളിൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവില് കാൽഷ്യം വന്ന് അടിയുകയും അതുവഴി പെനൈൽ ഒസിഫിക്കേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ട്രോമ, ഒരു ഇടിയോ കാര്യങ്ങളോട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈബ്രോസ് വരികയും പേറോണി ഡിസീസ് വരികയും അതുവഴി ഇവിടെ അത് വരാം. രണ്ടാമതായിട്ട് പ്രമേഹ രോഗികളിൽ എൻ സ്റ്റേജ് ആയിട്ടുള്ള അവസാന ഘട്ടത്തിലെ കിഡ്നി രോഗാവസ്ഥയിൽ, അതുപോലെ തന്നെ ഗൗട്ടിന്റെ അവസ്ഥയിൽ